സർ, ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ 26,000 ഒക്കെ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി ഇന്നിപ്പോൾ ഒരു ഇടിവിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. 25,900 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് ഇപ്പോൾ കാണുന്നത്. 111 പോയിൻ്റ് ഇടിവ് നമുക്ക് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ 6 ദിവസങ്ങൾ 6 ട്രേഡിംഗ് സെക്ഷനിൽ കണ്ടായിരുന്നു മുകളിലോട്ട് പോസിറ്റീവായിട്ടുള്ള ഓരോ ഇഞ്ചസും വെച്ചിട്ടാണ് നിഫ്റ്റി 26,000ലേക്ക് വന്നിട്ടുള്ളത്. ബട്ട് ഒരു ഷോർട്ട് ടു ലോങ് ടൈം നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവ് തന്നെയാണ് ബയാസ്. ഇൻട്രാഡേ ട്രേഡിംഗിൽ ആണ് പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നത്. തീർച്ചയായിട്ടും കുറച്ച് ദിവസം വന്നതുകൊണ്ട് അതിന്റെ ഒരു ഇമ്പാക്ട് ഇതിലുണ്ടാവുക തന്നെ ചെയ്യും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു 25,800 ലെവലിലേക്ക് ഒരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിലേക്ക് നിഫ്റ്റി ഫുൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും അടുത്തൊരു ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണുന്നത്. കാരണം റിക്കവറിക്കുള്ള സാധ്യത എവറി ടൈം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ബാക്കിയുള്ള ഇൻഡെക്സ്, ഇപ്പൊ നിങ്ങൾ ബാങ്ക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ വലിയ ഡൗൺ ഒന്നും തന്നെ വന്നിട്ടില്ല. അതുമല്ലാതെ അത് പോസിറ്റീവിലേക്ക് പോകാനുള്ള ഒരു ട്രെൻഡിലാണ് ഇപ്പോൾ തന്നെ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നിഫ്റ്റി ഒരു ഫസ്റ്റ് ഹാഫില് ഒരു പുൾ ബാക്ക് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സെക്കൻഡ് ഹാഫിൽ ചെറിയ റിക്കവറിക്ക് സാധ്യത ഉണ്ട്. കാരണം ബാങ്ക് ഇൻഡെക്സ് ഇങ്ങനെ നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ IT ഇൻഡെക്സിലും വലിയതായിട്ട് 1% അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഗ്ലോബലിൽ വന്നിരിക്കുന്ന അത് എത്രത്തോളമുള്ള സെൽ ഓഫുകളൊന്നും തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ ചിലപ്പോൾ റിക്കവറി ഒരു ലെവൽ കൺസോൾട്ടേഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ബാങ്ക് പെർഫോം ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയിൽ റിക്കവറിക്ക് സാധ്യതയുണ്ട്. അപ്സൈഡിൽ നമ്മളിപ്പോൾ 26,000 എബോ ആണെങ്കിൽ 26,300ലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഫ്രഷ് ഹൈയിലേക്കൊക്കെ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. എനിവേ ഒരു ഷോർട്ട് ടൈം ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. സർ, ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ബാങ്ക് നിഫ്റ്റി ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ ഒരു പുതിയ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്തിട്ടാണ് ട്രേഡിംഗ് തുടരുന്നത്. ഏതായാലും ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നിപ്പോൾ 57 പോയിന്റിന് ഇടിവ് നമുക്ക് കാണുന്നുണ്ട്. 58,910 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ശ്രദ്ധിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും ഞാനതൊരു 60,000 എന്നുള്ള ലെവലിലേക്ക് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് പറഞ്ഞിരുന്നു. 60,000 എപ്പോൾ പോകാനുള്ള സാധ്യതയുണ്ട്. ആ ലെവലിലേക്ക് ഹെഡ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു റെസ്റ്റിംഗ് പോയിന്റിന്റെ ആവശ്യമില്ല. കാരണം വലിയ ചെറിയ ചെറിയ മൂവ്മെന്റ്സുകൾ വന്ന് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയൊരു മൂവ്മെന്റ്സ് ആക്കി മാറുന്നത് ആണ് നമ്മൾ കണ്ടത്. ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഒന്നോ രണ്ടോ നല്ലൊരു മൂവ്മെന്റ്സ് കൂടെ വരാനുള്ള സാധ്യത അതിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബാങ്കിങ്ങിന്റെ PSU ബാങ്ക്സുകളൊക്കെ വളരെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. അപ്പൊ അവിടെ എന്തായാലും ഒരു നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് അത് വലിയൊരു മൂവ്മെന്റ്സ് ആയി 60,000 എബോ ഒക്കെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ സാർ, ITയുടെ കാര്യം ഓൾറെഡി മെൻഷൻ ചെയ്തു. ITയിൽ നമ്മൾ കാര്യമായൊരു ഇടിവൊന്നും ഇപ്പോൾ കാണുന്നില്ല എന്ന രീതിയിൽ. എന്നാൽ ITയിൽ നമുക്ക് ഇൻഫോസിസിൻ്റെ ഒരു വ്യൂ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. 1489 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇന്ന് 1% ഒരു ഇടിവ് ഓഹരി രേഖപ്പെടുന്നുണ്ട്. ഇൻഫോസിസിൽ താങ്കളുടെ ടേക്ക് എന്താണ്? ഇൻഫോസിസില് ഇതൊരു കൺസോളിഡേറ്റഡ് മൂവ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞായിരുന്നു 1550-നും 1400-നും ഇടയിലുള്ള ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു റേഞ്ച് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് വരുന്നതിന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 1550ലേക്ക് മുകളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് മുമ്പുള്ള വലിയൊരു കൺസോൾട്ടേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3 മാസമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, സെപ്റ്റംബർ കഴിഞ്ഞാൽ നമുക്ക് അറിയാം വളരെയധികം കൺസോൾട്ടേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കൺസോൾട്ടേഷനിൽ നിന്ന് തീർച്ചയായിട്ടും പുറത്തേക്ക് വരികയാണ്. 1400 വളരെയധികം സപ്പോർട്ട് 3-4 പ്രാവശ്യം അവിടെ വന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്ത് വന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അടുത്ത ഒരു പ്രാവശ്യം കൂടെ വന്നത് തിരിച്ച് കയറുകയാണെങ്കിൽ അത് വീണ്ടും ബ്രേക്ക്ഔട്ട് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നത് ഒരു ഷോർട്ടർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ഒരു റേഞ്ച് ബൗണ്ട് ആയിരിക്കും 1,400 and 1,550 എന്ന ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക്ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. സാറിന് ടാറ്റ പവറിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ടാറ്റ പവറിനെ സംബന്ധിച്ച് 388 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഓരിയെ സംബന്ധിച്ച് വാർത്തകളുണ്ടായിരുന്നു. അതായത് ടാറ്റ പവറിൻ്റെ അനുബന്ധ സ്ഥാപനമായ ടാറ്റ പവർ റിന്യൂവബിൾ എനർജി പുതിയ പ്രൊജക്റ്റ് രാജസ്ഥാനിൽ ആരംഭിച്ചു എന്ന രീതിയിലുള്ള ഒരു സോളാർ പ്രൊജക്റ്റ് ആരംഭിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് മാസങ്ങളായിട്ട് മാർച്ചിന് ശേഷം നമ്മൾ ഒരു കൺസോളിഡേഷൻ ടാറ്റ ഗ്രൂപ്പിലെ മൊത്തമായി കാണുന്ന ഒരു സൈഡ് വൈസ് മൂവ്മെന്റ്സ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് കുറച്ചുകൂടെ തുടരുമെന്നാണ്. വോള്യത്തിൽ വലിയ കാര്യമായ വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. ഈവൻ ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും 400 എബോ വന്നാൽ മാത്രമേ വിത്ത് നല്ലൊരു വോളിയം
വന്നാൽ മാത്രമേ നമുക്കത് ബ്രേക്ക്ഔട്ടിലെ പാതയിലാണെന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ സൈഡ് വൈസ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ലെവലിൽ സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 370 ആണ്. 370 ആൻഡ് 400 ലെവലിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് ഈ ലെവലിൽ എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. സാർ, ഈ മിഡ് ക്യാപ്പിലോട്ട് വരുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുന്ന ഒരു ഓഹരിയായി മാറിയിരിക്കുന്നത് GMR എയർപോർട്ടാണ്. 4% മുകളിൽ നേട്ടം ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാർച്ചിന് ശേഷമുള്ള ഓഹരിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയുടെ തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. GMR എയർപോർട്ടിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? ലോങ് ടൈം ചാർട്ട് പാറ്റേൺ വളരെയധികം പോസിറ്റീവാണ്. നമ്മൾ ആ ഒരു വ്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞ ഇവിടെ സൂചിപ്പിച്ചത് കഴിഞ്ഞ മാർച്ചിന് ശേഷം ഓരോ മൂവ്മെന്റ്സിലും വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് വരുന്ന ലെവലാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. 100 ലെവലിലേക്ക് ടച്ച് ചെയ്തു എന്നുള്ളത് കൊണ്ട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്തെങ്കിലും വരികയാണെങ്കിൽ വീണ്ടും റീ എൻട്രി ചെയ്യുകയാണെങ്കിൽ വളരെയധികം മൂവ്മെന്റ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 120-124 ലെവലിലായിരിക്കും അടുത്തൊരു റെസ്റ്റിംഗ് പോയിന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ്ലി 100 ലെവല് ടച്ച് ചെയ്തുകൊണ്ട് അവിടെ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. ഈവൻ നമുക്ക് വോളിയം ഒക്കെ ഇപ്പോൾ തുടർച്ചയായിട്ട് അത് ഇംപ്രൂവ് ചെയ്യുന്നതാണ് കാണുന്നത്. ലോങ് ടൈം പാറ്റേൺ വളരെയധികം പോസിറ്റീവാണ്. 92 ലെവലിലേക്ക് എന്തെങ്കിലും ഒരു പുൾ ബാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഒരു റീറ്റെയിലിനെ സംബന്ധിച്ച് ബൈങ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബൈ എൻട്രി ചെയ്തിരുന്നാലും 120-124 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. സാർ, അവസാനമായി ഇനി അറിയേണ്ടത് AU ബാങ്കിൻ്റെ ഒരു വ്യൂ കൂടിയാണ്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നേട്ടം രേഖപ്പെടുന്ന AU ബാങ്കാണ്. 1.4% ഒരു നേട്ടം കാണുന്നുണ്ട്. AU ബാങ്കിൽ താങ്കളുടെ ടേക്ക് എന്താണ്? കഴിഞ്ഞ കുറെ കാലമായി എനിക്ക് തോന്നുന്നു ഞാൻ മാർച്ച് തൊഴിലൊക്കെ തുടങ്ങിയിട്ടതിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്റ്റോക്സ്. അന്ന് മുതലേ അത് പോസിറ്റീവാണ്. ഈവൻ ഇപ്പോൾ ഈ സ്മോൾ ഫിനാൻസ് റേഞ്ചിൽ ഏറ്റവും നല്ലൊരു ചാർട്ട് പാറ്റേൺ കാണുന്നതും ഈ ഒരു ബാങ്കിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു കണ്ടിന്യൂഷൻ പോസിറ്റീവ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഒരു ഫസ്റ്റ് ബേസ് വളരെ സ്ട്രോങ് ആയിരുന്നു. 450 മുതൽ 750 വരെയൊക്കെ വന്നതിന് ശേഷം ഒരു പുൾ ബാക്ക് വന്നു. അതിനുശേഷം 920 എനിക്ക് തോന്നുന്നു 1000ലേക്ക് എത്തിയുള്ള സാധ്യതയാണ്. ഇത് സെക്കൻഡ് ഫേസ് ഓഫ് മൂവ്മെന്റ്സ് ആണ്. ഇത് വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അത് പവർഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഒരു മൈനർ ട്രെൻഡ് ഒക്കെ വന്ന് ഒരുപാട് സ്പെക്കുലേറ്റേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയും സ്റ്റോക്സിൽ കാണുന്നുണ്ട്. അപ്പൊ കുറച്ച് ഒരു ലോങ് ടൈമിലേക്ക് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് 1000 ഒക്കെ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ലെവലിൽ കാണുന്നുണ്ട്. വോളിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വളരെ ഫേവറബിൾ കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്ത് ലോങ് ടൈം ലുക്കിൽ പോകുന്നതായിരിക്കും